അങ്ങനെ നമ്മുടെ സതിയുടെ 10ാമത്തെ എപ്പിസോഡാണ്. ശിവൻ സഹോദരിയോട് സംസാരിച്ചതിന് ശേഷം സതിയുടെ അടുത്ത് വന്നു. അങ്ങനെ അവർ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് ചെല്ലമ്മയമ്മ പറഞ്ഞു, മോനെ 8 മണി കഴിഞ്ഞ് അത്താഴം കഴിക്കാൻ സമയമായി, നിങ്ങൾ വരൂ കഴിക്കാമെന്ന് പറഞ്ഞു. കയ്യും കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കയ്യും കഴുകിയിട്ട് അത്താഴം കഴിക്കാനായിട്ട് ഇരുന്നു. കഴിച്ചുകൊണ്ട് നിന്നതോ കോളിംഗ് ബെല്ല് കേട്ടു. ആരായിരിക്കും ഈ രാത്രി? ശിവൻ ചോദിച്ചു. എന്തായാലും ഞാൻ പോയി തുറക്കാം. അപ്പോഴോ അവൻ ഞെട്ടി. നിങ്ങളെന്താ രാത്രി? അതൊരു കാര്യമുണ്ട്. എന്തെന്നോ രാത്രി? ഞങ്ങളൊരു കാര്യം, നീ കതക് തുറക്ക്. എല്ലാവരും കതക് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ശിവൻ്റെ ഓഫീസിലെ കൂട്ടുകാരാണ്. അവർ പറഞ്ഞു, നിൻ്റെ റൂം എവിടെയാണ്? അത് മേലാണ്. അവർ ഓടി കയറി. അവർ എന്താ കാര്യം? ഇന്ന് നിൻ്റെ ആദ്യ രാത്രിയല്ലേ, മണിയറ ഒരുക്കണ്ടേ എന്ന് ചോദിച്ച് അവർ റൂമിലേക്ക് പോയി. ഇവന്മാർക്ക് എന്ത് പോടാ ഒന്ന് എന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് കയറി. 2 സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. അവർ സതിയെ അണിയിച്ചൊരുക്കാൻ സാരിയൊക്കെ എടുത്ത് അണിയിച്ചൊരുക്കി. ഞങ്ങൾ പറഞ്ഞിട്ട് മാത്രം സതി പോയാൽ മതി. ചെല്ലമ്മയോട് പറഞ്ഞു, ഒരു ഗ്ലാസ് പാല് തയ്യാറാക്കണേ. അവർ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ശിവൻ ചോദിച്ചു, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇന്ന് നിൻ്റെ ആദ്യ രാത്രിയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നിനക്കൊന്നിനും ഒരു കുറവ് വരാൻ പാടില്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ റൂമൊക്കെ അണിയിച്ചൊരുക്കിയിട്ട് ശിവനെ അവർ മണിയറയിൽ കൊണ്ടിരുത്തി. എന്നിട്ട് സതിയെ ഒരുക്കി ഒരു ഗ്ലാസ് ചായയുമായി ശിവൻ്റെ റൂമിലേക്ക് കൊണ്ടാക്കി. അതിനുശേഷം അവർ വാതിലടച്ചു. എന്നിട്ട് ശിവനോട് പറഞ്ഞു, ഞങ്ങൾ പോകുന്നു, നാളെ കാണാം എന്ന് പറഞ്ഞു. ശരി എന്ന് ശിവൻ പറഞ്ഞു. ചെല്ലമ്മയോട് പറഞ്ഞു, ചെല്ലമ്മ വാതിലടച്ചോ എന്ന് പറഞ്ഞു. ശരി മക്കളെ എന്ന് പറഞ്ഞ് അവർ ടാറ്റയും പറഞ്ഞ് അവർ പോയി. അങ്ങനെ സതി പാലുമായി അവിടെ തന്നെ നിന്നു. ശിവൻ പറഞ്ഞു, അടുത്തോട്ട് വാടോ പാലും കൊണ്ട്, എന്താ അവിടെ തന്നെ നിൽക്കുന്ന എന്ന് ചോദിച്ചു. അങ്ങനെ സതി നടന്ന് ശിവൻ്റെ അടുത്ത് വന്ന് പാല് വെച്ച് നീട്ടി. ശിവൻ പാല് വാങ്ങി. ഇരിക്കടോ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് ശിവൻ കട്ടിലിരുത്തി. സതി ഒതുങ്ങിയിരുന്നു. ശിവൻ പറഞ്ഞ്, അടുത്തോട്ടൊന്ന് ഇരിയടോ, എന്തുവായത് എന്ന് ചോദിച്ചു. സതി ചിരിച്ചുകൊണ്ട് മുഖം കുനിച്ചു. ശിവൻ കൈകൊണ്ട് അവളുടെ മുഖം പൊക്കി ഇട്ട് ചോദിച്ചു, എന്താ നാണമാകുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് ശിവൻ പാല് കുടിച്ചിട്ട്, ബാക്കി നീ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സതിയും പാല് കുടിച്ച് ആ ഗ്ലാസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ശിവൻ പറഞ്ഞു, ഇന്ന് നിന്നെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയാമോ നിനക്ക്? എൻ്റെ ഭാഗ്യമാണ് നിന്നെ കിട്ടിയത്. നമ്മളുടെ ജീവിതം അവസാനം വരെ നമുക്ക് ഒന്നായി ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. മരണം വരെ നമ്മൾ പിരിയാൻ പാടില്ല എന്ന് സതിയോട് ശിവൻ പറഞ്ഞു. നീ എനിക്ക് സത്യം ചെയ്തു തരുമോ? മരണം വരെ നമ്മൾ ഒരിക്കലും പിരിയില്ലെന്ന് സതി പറഞ്ഞു. സത്യം ഞാൻ ചെയ്തു തരാം. ഒരിക്കലും ശിവനെ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്ന്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു എന്ന് ശിവൻ സതിയോട് പറഞ്ഞു. എന്നിട്ട് സതിയെ ശിവൻ്റെ മാറിലേക്ക് ചാച്ചു. അതിനുശേഷം റൂമിലെ ലൈറ്റ് അണച്ചു. പിറ്റേന്ന് നേരം വെളുത്തു. 5 മണിയായപ്പോൾ ചെല്ലമ്മയമ്മ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി. 6 മണിയായിട്ടും കുഞ്ഞുങ്ങൾ എണീച്ചില്ലല്ലോ, ചെന്ന് ചായയും കൊണ്ട് പോയാലോ? വേണ്ട, അവരെന്തൊരു വിചാരിക്കും, അവർ ഉറക്കം എണീച്ച് വരട്ടെ, താമസിച്ചായിരിക്കും കിടന്നത് എന്ന് ചെല്ലമ്മയമ്മ മനസ്സുകൊണ്ട് വിചാരിച്ചു. അപ്പോഴത്തേക്കും സതി എണീച്ചു. 6 മണിയായി. പെട്ടെന്ന് കുളിച്ചു. ശിവൻ കിടന്നുറങ്ങട്ടെ, നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു, ഇന്നലത്തെ ക്ഷീണമാണെന്നും തോന്നുന്നു. എന്തായാലും സതി കുളിച്ച് ഡ്രസ്സും മാറി അടുക്കളയിലേക്ക് ചെന്നു. അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥയുമായി വരുന്നതാണ്. സൂപ്പറാണ്.